കുറുക്കന്റെയും കൊക്കിന്റെയും സൗഹൃദം. ഒരു ദിവസം ഒരു കുറുക്കൻ കടലിലേക്ക് നടന്നു പോകുകയായിരുന്നു. ഇന്നും ബാക്കി വന്ന എവിടെയെങ്കിലും കിടക്കുന്ന ഭക്ഷണം കഴിക്കാൻ മനസ്സ് സമ്മതിക്കുന്നതേ ഇല്ല. ഇന്ന് നല്ല ഫ്രഷായി കടലിൽ നിന്ന് കിട്ടുന്ന ഗോൾഡൻ ഫിഷിനെ തിന്നണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞ് അത് കടലിനടുത്തേക്ക് പോയി. എന്നാൽ പാവത്തിന് കടലിൽ ഇറങ്ങി മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദൂരെ കുറുക്കൻ കണ്ടു 2 കരടികൾ അവർക്കിഷ്ടമുള്ള ഗോൾഡൻ ഫിഷിന് വേണ്ടി അടിയിടുന്നത്. ഇത് എന്റെ മീന അല്ല, എന്റെ മീന. ആദ്യം ഞാനാ ഇത് കണ്ടത്, എന്നാൽ പിടികൂടിയത് ഞാനല്ലേ? അവർ അതേ സ്ഥലത്തിൽ ആ മീനിനെയും വെച്ച് വീണ്ടും അടിയുണ്ടാക്കി. നീ ലെഫ്റ്റിൽ നിന്നുമാ വന്നത്, ഞാൻ റൈറ്റിൽ നിന്നും വന്നു. അപ്പോഴാണ് ഞാൻ ഈ മീനിനെ കണ്ടത്. എന്നാൽ നീ ഇവിടെ വന്നതേ ഇല്ലല്ലോ, ഞാനാണ് അതിന്റെ അടുത്തുണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോൾ കുറുക്കൻ അവിടെ വന്ന് ആ മീനെ എടുത്തുകൊണ്ടുപോയി. അത് വായിൽ കടിച്ചു പിടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അയ്യോ, അവനെ തടയൂ! രണ്ടുപേരും ആ കുറുക്കനെ പിന്തുടർന്നുകൊണ്ടേ പോയി. ഇതിനെല്ലാം കാരണം നീയാ. അല്ല, അത് നീയാണ്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനത് തിന്നേനെ. അയ്യോ, ഇവർ രണ്ടുപേരും എന്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ. ഇവരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ മുൻപിൽ ഒരു ഗുഹയുള്ളത് കണ്ടു. അത് എത്ര ചെറുതായിരുന്നെന്നാൽ അതിന് മാത്രമേ അതിൽ കയറാൻ പറ്റിയുള്ളൂ. എന്നാൽ ഗുഹയുടെ വാതിൽ ഉയരത്തിലായിരുന്നു. അതിന്റെ മുകളിൽ കയറാൻ പോയപ്പോൾ അറിയാതെ അതിന്റെ വായിലുണ്ടായിരുന്ന മീന് താഴെ വീണു. ആ മീന് പറന്നുപോയി നേരെ കരടിയുടെ കാൽക്കൽ വീണതുകൊണ്ട് കരടികൾ അത് കണ്ടു. കുറുക്കനും പേടിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. ഇത് എന്റേതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കരടി അത് തിന്നാൻ തുടങ്ങി. മറ്റൊരു കരടി വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. മറുവശത്ത് മീനു ഗുഹയ്ക്കുള്ളിലിരുന്ന് ഒരുപാട് വിഷമിച്ചു. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇന്നത്തെ ദിവസം തന്നെ പാഴായി. അപ്പോൾ മീനുവിന്റെ ശ്രദ്ധ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്ന ഒരു മുട്ടയുടെ മുകളിലേക്ക് പോയി. ശരി, പോട്ടെ, കുഴപ്പമില്ല. മീന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ, ഇന്ന് ഈ മുട്ട കഴിച്ച് വിശപ്പങ്ങാകറ്റാം. അങ്ങനെ പറഞ്ഞ് ആ മുട്ടയെടുത്ത് അതിന്റെ വായിലേക്ക് വച്ചു. എന്നാൽ പെട്ടെന്ന് തൊണ്ടയിലെന്തോ ഇക്കിളിയിട്ടു. അതുകൊണ്ട് മുട്ടയും തുപ്പി. ആ മുട്ട തറയിൽ വീണതുകൊണ്ട് പൊട്ടി അതിന്റെ അകത്തു നിന്ന് ഒരു കുഞ്ഞു കൊക്ക് വെളിയിൽ വന്നു. അയ്യോ, ഇത് കാണാൻ എന്തോ കൊക്കിനെ പോലെ ഉണ്ടല്ലോ. ശരി, ഇതിനെ ജീവനോടെ വിട്ടേക്കാം, അല്ലെങ്കിൽ അതിന്റെ അമ്മ ഒരുപാട് വിഷമിക്കില്ലേ. അങ്ങനെ മീനു അവിടെ നിന്നും നടന്നുപോയി. അത് കണ്ട് ആ കുഞ്ഞു കൊക്ക് പതുക്കെ പതുക്കെ മീനുവിന്റെ പിന്നാലെ നടന്നുപോയി. അയ്യോ, നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? അതിന് കൊക്ക് ഒന്നും പറഞ്ഞില്ല. മീനുവിന് മനസ്സിലായി അതിന് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന്. ഇത് കണ്ണു തുറന്നപ്പോൾ ആദ്യമായി എന്നെയല്ലേ കണ്ടത്, അതുകൊണ്ട് ഇതിന്റെ അമ്മ ഞാനാണെന്ന് കരുതി കാണും. മീനുവിന് മനസ്സിലായി ഇനി അത് തന്റെ കൂടെ തന്നെ കാണുമെന്ന്. അതുകൊണ്ട് പിന്നാലെ വരുന്നത് അത് തടഞ്ഞില്ല. മീനുവും കൊക്കും ഒരുമിച്ച് ജീവിച്ചു. നാളുകൾ കഴിഞ്ഞ് കൊക്ക് സംസാരിക്കാനും തുടങ്ങി. മീനു അതിന്റെ പേര് റോക്കി എന്നും ഇട്ടു. ഒരിക്കൽ റോക്കി മീനുവിന്റെ കൂടെ നടന്നുപോയി. ഒന്ന് പതുക്കെ പോന്നേ. നിങ്ങളുടെ കൂടെ ഇങ്ങനെ വരുമ്പോഴെല്ലാം ഞാൻ ഒരുപാട് ക്ഷീണിക്കുന്നു. നീ കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അതാ വേദനിക്കുന്നത്. നിനക്ക് ചിറകുകളുണ്ടല്ലോ, നീ എന്താ പറക്കാത്തത്? എന്നാൽ എനിക്ക് പറക്കാൻ അറിയില്ലല്ലോ. നിങ്ങൾ ഇതുവരെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല. ശരി, ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതങ്ങനെ തന്നെ ചെയ്യ്. മീനു ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നിന്ന് പറഞ്ഞു, നിന്റെ ചിറകൊന്ന് അനക്കി നോക്ക്. ശരി, ഇപ്പോൾ ഇങ്ങനെ പറക്ക്. അങ്ങനെ മീനു പറഞ്ഞ ഉടനെ കൊക്ക് അത് കണ്ട് അതിന്റെ ചിറകുകൾ ആട്ടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ചിറകുകൾ വീശി നോക്കി. ഇപ്പോൾ മുകളിൽ നിന്ന് ചാടി പറക്കണം. അങ്ങനെ പറക്കുന്നത് പോലെ കാണിച്ച് മുകളിൽ നിന്ന് മീനു താഴേക്ക് ചാടി. എന്നാൽ റോക്കി അങ്ങനെയല്ല. ചിറകുകൾ ആട്ടിയ ഉടനെ പതുക്കെ പതുക്കെ അവൻ പറക്കാൻ പഠിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ റോക്കി വീണ്ടും വളർന്നു. വീണ്ടും മീനുവിന് ഗോൾഡൻ ഫിഷ് കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അവർ രണ്ടുപേരും കടലിലേക്ക് പോയി. അത് എപ്പോഴും ആ കടലിലെ വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോൾ അവിടെ ആ 2 കരടികളും വന്നു. എടോ, ഇത് അത് തന്നെയല്ലേ കഴിഞ്ഞ തവണ നമ്മുടെ ഭക്ഷണം മോഷിച്ചുകൊണ്ട് പോയില്ലേ? അതെ, ഇതത് തന്നെയാ. അതിനെ പിടികൂടണം. മീനു അവരെ കണ്ട് അവിടെ നിന്നും പേടിച്ചു ഓടാൻ തുടങ്ങി. അവർ രണ്ടുപേരും പിന്നാലെ വന്നു. എന്നാൽ പോകുന്ന വഴിയിൽ വലിയ കുറ്റിക്കാടുണ്ടായിരുന്നു. അത് കാണാൻ മുള്ളുപോലെ ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ പറ്റില്ല.
മീനു വേഗത്തിൽ ഓടി. അപ്പോൾ കരടികൾ പിടികൂടാൻ തുടങ്ങിയപ്പോൾ റോക്കി അവിടേക്ക് പറന്നു വന്നു. പെട്ടെന്ന് എന്റെ കാലിൽ പിടിക്ക്. അത് കേട്ട് മീനു അതിന്റെ കാലിൽ പിടിച്ച് റോക്കി അതിനെയും കൊണ്ട് പറന്നു. അങ്ങനെ സുരക്ഷിതമായി മീനുവിനെ മറുവശത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ കരടികൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ റോക്കി മീനുവിനെ വലിയ പാറയുടെ മുകളിൽ കൊണ്ടുപോയി. താഴെ വലിയ കുഴിയാണ്. അരുവിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുറച്ചു നേരത്തിനുള്ളിൽ പാറയിലിടിക്കും. എന്റെ ചെറിയ കാലുകൊണ്ട് നിങ്ങളെ പിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് മുറുക്കി എന്റെ കാലിൽ പിടിച്ചാൽ എന്നാൽ ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ വെള്ളം വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അത് കേട്ട് മീനു റോക്കിയുടെ കാലിൽ പിടിച്ച് റോക്കി കഷ്ടപ്പെട്ട് പറക്കാൻ തുടങ്ങി. എന്നാൽ മീനുവിന്റെ ഭാരം റോക്കിക്ക് താങ്ങാൻ പറ്റിയില്ല. അയ്യോ അമ്മേ, എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പിടിക്കുന്നത് മാത്രം വിടരുതേ. അത് തുടർന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പാവത്തിന് പറന്നു പോകാനേ പറ്റിയില്ല. റോക്കിയുടെ ഈ കഷ്ടപ്പാട് കാണാൻ പറ്റാതെ മീനു കാലിൽ നിന്ന് വിട്ടു. ഇല്ല മീനു. മീനു കുഴിയിലേക്ക് വീഴാൻ പോയി. റോക്കിയും വിഷമത്തോടെ അത് നോക്കി നിന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വലിയ കൊക്ക് അവിടെ വന്നു. അത് മീനുവിനെ പിടികൂടി മുകളിലേക്ക് പറന്നുപോയി. ആ കൊക്കിന് മീനുവിനെ ഈസിയായി പൊക്കാൻ പറ്റി. അത് ആ അരുവി മറികടന്ന് ഒരു സേഫായ സ്ഥലത്തിൽ കൊണ്ടുവന്ന് മീനുവിനെ താഴെ ഇറക്കി. നിങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോക്കുമോനെ, ഞാനാണ് നിന്റെ അമ്മ. നിന്നെ ഒരുപാട് നാളായി അന്വേഷിക്കുന്നു. ഇപ്പോഴാണ് നിന്നെ കണ്ടെത്തിയത്. എന്താ, നിങ്ങളാണോ എന്റെ അമ്മ? അതെ. അത് കേട്ട് റോക്കി അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. നീ എന്റെ കുഞ്ഞിനെ വളരെ നന്നായി നോക്കി. ഞാൻ എന്നും നിന്നോട് നന്ദിയുള്ളവളായിരിക്കും. നിങ്ങളെ കണ്ടതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സമാധാനവുമായി. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ വരുന്നതാ എനിക്ക് സന്തോഷം. എന്റെ അമ്മയെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. ഞാൻ നിങ്ങളെ ദിവസവും കാണാൻ ഇവിടെ വരും. നിങ്ങളുടെയും എന്റെയും ഈ സൗഹൃദം എപ്പോഴും നിലനിൽക്കും. ഉറപ്പായും ഉറപ്പായും. ദിവസവും നീ എപ്പോൾ വരുമെന്ന് ഞാനിവിടെ കാത്തുകൊണ്ടേയിരിക്കും. നിനക്ക് ഞാൻ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ആ വലിയ കൊക്ക് കടലിന്റെ നടുക്ക് പോയി അവിടെ നിന്നൊരു ഗോൾഡൻ ഫിഷിനെ കൊണ്ടുവന്ന് മീനുവിന് കൊടുത്തു. ഇതാ, ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? അത് കേട്ട് മീനു സന്തോഷത്തോടെ ഗോൾഡൻ ഫിഷ് കഴിച്ചു. അതിനുശേഷം റോക്കിയും അവന്റെ അമ്മയുടെ കൂടെ പറന്നുപോയി. മീനു രണ്ടുപേരും പറന്നു പോകുന്നത് കണ്ട് കൈയാട്ടി ടാറ്റ കാണിച്ചു. മീനു എന്തോർത്ത് സന്തോഷിച്ചെന്നാൽ തന്റെ കുടുംബത്തിനെ കിട്ടിയതിനു ശേഷവും റോക്കി വീണ്ടും അവിടെ വരുമെന്ന് പറഞ്ഞില്ലേ, അതോർത്ത് അത് സന്തോഷത്തോടെ പോയി.